Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ ലീഡ് കോഡ് 75ന്റെ തേർഡ് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ പ്രോബ്ലം ഇസ് കിഡ്സ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ക്യാൻഡീസ്. ഇപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് വരാം. There are n kids with candies. You are given an integer array candies where each candies of I represents the number of candies the ith kid has and an integer extra candies denoting the number of extra candies that you have. Return a boolean array result of length n where result of I is true if after giving the ith kid all the extra candies they will have the greatest number of candies among all the kids or false otherwise. Note that multiple kids can have the greatest number of candies. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു അറേ ആയിരിക്കും അവർ തരുന്നത്. അറയിൽ n നമ്പർ ഓഫ് കിഡ്സ് കാണും. അപ്പോൾ മീൻസ് n എലമെന്റ്സ് ആണ് ഉള്ളത്. അറയിലുള്ള ഓരോ എലമെന്റ്സും ആ ഒരു പൊസിഷനിലുള്ള കിഡിന്റെ കയ്യിൽ എത്ര ക്യാൻഡീസ് ആണോ ഉള്ളത് അതിനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളുടെ അടുത്ത് എക്സ്ട്രാ ക്യാൻഡീസ് ഉണ്ട്. എക്സ്ട്രാ ക്യാൻഡീസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. അത് നമ്മളുടെ അടുത്തുള്ള എക്സ്ട്രാ ക്യാൻഡീസിന്റെ വാല്യൂ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ബൂലിയൻ അറേ ആണ്. അതിന്റെ സൈസും n ആയിരിക്കണം. n നമ്പർ ഓഫ് കിഡ്സ് ആണെങ്കിൽ ബൂലിയൻ റിസൾട്ടന്റ് ബൂലിയൻ അറേയുടെ സൈസും n തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഇതിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ അടുത്ത് എക്സ്ട്രാ ക്യാൻഡീസ് ഇല്ലേ, നമ്മളുടെ അടുത്തുള്ള എക്സ്ട്രാ ക്യാൻഡീസ് ഫുള്ളും ith പൊസിഷനിലുള്ള കിറ്റിന്റെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ ആ കിറ്റിന്റെ കയ്യിൽ വേണം ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ക്യാൻഡീസ് വരാറ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിസൾട്ടന്റ് അറിയില്ല ആ കിറ്റിന്റെ പൊസിഷൻ ഏതാണോ അവിടെ നമുക്ക് ട്രൂ കൊടുക്കാം, അല്ലെങ്കിൽ ഫോൾസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഇതിൽ ഇൻപുട്ടിൽ ക്യാൻഡി അറേ ഉണ്ട്. ക്യാൻഡീസ് അറേ ഈസ് ഈക്വൽ ടു 2, 3, 5, 1, 3. ഇതിൽ മൊത്തം 5 എലമെന്റ്സ് ആണുള്ളത്. ഇറ്റ് മീൻസ് 5 കിഡ്സ് ആണുള്ളത് ടോട്ടൽ. ഫസ്റ്റ് കിറ്റിന്റെ കയ്യിൽ 2 ക്യാൻഡീസ്, സെക്കൻഡ് കിറ്റിന്റെ കയ്യിൽ 3 ക്യാൻഡീസ്, തേർഡ് കിറ്റിന്റെ കയ്യിൽ 5 ക്യാൻഡീസ്, ഫോർത്ത് കിറ്റിന്റെ കയ്യിൽ 1 ക്യാൻഡി ആൻഡ് ഫിഫ്ത്ത് കിറ്റിന്റെ കയ്യിൽ 3 ക്യാൻഡീസ്. ഇനി നമ്മളുടെ അടുത്തുള്ള എക്സ്ട്രാ ക്യാൻഡീസ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അറയിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ക്യാൻഡീസ് ആരുടെ കയ്യിലാണുള്ളത് എന്ന് നോക്കണം. അപ്പൊ ഇതെടുക്കുമ്പോൾ ഈ ഒരു അറേ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 5 അല്ലേ ഗ്രേറ്റസ്റ്റ്. അപ്പൊ ഈ അറയിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളത് ഈ 5 ആണ്. 5 ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ക്യാൻഡീസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓരോ പൊസിഷനിൽ ഓരോ എലമെന്റ്സിന്റെ കൂടെയും ഈ എക്സ്ട്രാ ക്യാൻഡി എന്ന് പറയുന്നത് ഇപ്പോൾ 3 ആണ് നമ്മുടെ എക്സാമ്പിളിൽ. അപ്പോൾ 3 ആഡ് ചെയ്യണം. 3 ആഡ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ഈ 5 വരുവാണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് അറിയില്ല ആ ഒരു പൊസിഷനിൽ ട്രൂ കൊടുക്കാം. അല്ല ലെസ് ദൻ 5 ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഫോൾസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ക്യാൻഡീസ് 5 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ എക്സ്ട്രാ ക്യാൻഡീസിനെ എടുത്തിട്ട് ഓരോ എലമെന്റിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം 2 plus 3 5 ആണ്. 5 ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുവാണെങ്കിൽ ട്രൂ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ ട്രൂ കൊടുത്തു. ഇനി സെക്കൻഡ് പൊസിഷനിൽ 3 ആണുള്ളത്. 3 plus 3 6 ആണ്. 6 ഗ്രേറ്റർ ദാൻ 5 അപ്പോൾ ട്രൂ കൊടുത്തു. ഇനി അടുത്തുള്ളത് 3 plus 5 8 ആണ്. 8 ഗ്രേറ്റർ ദാൻ 5 അപ്പോൾ ട്രൂ കൊടുത്തു. ഇനി 1 plus 3 4 ആണ്. 4 ഗ്രേറ്റർ ദാൻ 5 ആണോ അല്ല കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫോൾസ് കൊടുക്കാം. ഇനി 3 plus 3 6 ഗ്രേറ്റർ ദാൻ 5 കണ്ടീഷൻ ട്രൂ. അപ്പോൾ നമുക്ക് ട്രൂ കൊടുക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ടന്റ് ബൂലിയൻ അറേ. വൺ മോർ എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ക്യാൻഡീസ് ഈക്വൽ ടു 4 to 1 1 2 ആൻഡ് എക്സ്ട്രാ ക്യാൻഡീസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ അറേ എടുക്കുവാണെങ്കിൽ ഇതിൽ മാക്സിമം നമ്പർ ഓഫ് ക്യാൻഡീസ് ഉള്ളത് 4 ആണ്. അപ്പോൾ നമ്മൾ ഓരോ എലമെന്റിന്റെ കൂടെയും ഈ എക്സ്ട്രാ ക്യാൻഡീസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ ആ ഒരു പൊസിഷനിൽ ട്രൂ കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് കൊടുക്കാം. അപ്പോൾ ആദ്യം 4 plus 1 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 4 അപ്പോൾ ട്രൂ കൊടുത്തു. ഇനി സെക്കൻഡ് വൺ 2 ആണ്. 2 plus 1 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ 4 ആണോ അല്ല ഫോൾസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫോൾസ് കൊടുക്കാം. ഈ തേർഡ് വൺ 1 plus 1 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ 4 കണ്ടീഷൻ ഫോൾസ് അപ്പോൾ ഫോൾസ് കൊടുത്തു. അടുത്ത് 1 plus 1 2 ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് കൊടുത്തു. ദെൻ 2 plus 1 3 ഗ്രേറ്റർ ദാൻ 4 കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഇവിടെയും ഫോൾസ് തന്നെ കൊടുത്തു. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. ട്രൂ ഫോൾസ് 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 ഫോൾസ്. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. ക്യാൻഡീസ് ഈക്വൽ ടു 12 1 12 എക്സ്ട്രാ ക്യാൻഡീസ് ഈക്വൽ ടു 10. അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളത് 12 ആണ്. അപ്പോൾ ഇതായിരിക്കും ഗ്രേറ്റസ്റ്റ്. ഇനി ആഡ് ചെയ്യാം. 12 plus 10 22 ഗ്രേറ്റർ ദാൻ 12 കണ്ടീഷൻ ട്രൂ. അപ്പോൾ ട്രൂ കൊടുത്തു. ദെൻ 1 plus 10 11 ഗ്രേറ്റർ ദാൻ 12 കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഫോൾസ് കൊടുക്കാം. ദെൻ 12 plus 10 22 ഗ്രേറ്റർ ദാൻ 12 അപ്പോൾ അവിടെ നമുക്ക് ട്രൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിളിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ഫോൾസ് ട്രൂ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വിത്ത് ഇറ്റ്സ് എക്സാമ്പിൾസ്. ഇനി കൺസ്ട്രെയിൻസും കൂടി നോക്കാം. കൺസ്ട്രെയിൻസിൽ
n ഈക്വൽ ടു ക്യാൻഡീസ് ഡോട്ട് ലെന്ത്. ക്യാൻഡീസ് ആ ഒരു അറേയുടെ ലെന്ത് ഏതാണോ അതായിരിക്കും എന്നിന്റെ വാല്യൂ. ഇനി എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 or greater than 2 ആയിരിക്കും ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കും. അപ്പോൾ അറേയുടെ ലെന്തും മിനിമം 2 എങ്കിലും ആയിരിക്കും. 2 to 100 ആയിരിക്കും ആ അറേയുടെ ലെന്ത്. ഇനി ക്യാൻഡീസ് ഓഫ് ith പൊസിഷനിലുള്ള ക്യാൻഡീസിന്റെ വാല്യൂ 1 to 100 ആയിരിക്കും. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കും. ഇനി എക്സ്ട്രാ ക്യാൻഡീസിന്റെ കൗണ്ട് 1 to 50 ആയിരിക്കും, ഇൻക്ലൂഡിങ് 1 and 50. അപ്പൊ ഇതൊക്കെയാണ് ഇതിലുള്ള കൺസ്ട്രെയിൻസ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ക്യാൻഡീസ് അറേയുടെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണോ, ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണോ അത് കണ്ടുപിടിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ലൂപ്പ് ഇട്ടിട്ട് അതിലുള്ള ഓരോ എലമെന്റ്സിന്റെ കൂടെയും എക്സ്ട്രാ ക്യാൻഡീസ് ആഡ് ആക്കിയിട്ട് അത് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഈ മാക്സിമം നമ്മൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിച്ചില്ലേ, അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് അറേയിൽ ട്രൂ കൊടുക്കാം ആ ഒരു പൊസിഷനിൽ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഫോൾസ് കൊടുക്കാം. ആൻഡ് ഫൈനലി ഔട്ട് ഓഫ് ദി ലൂപ്പ് നമുക്ക് ആ ഒരു റിസൾട്ടന്റ് അറേനെ പാസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതില് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് C++ വെച്ചിട്ടാണ്. C++ എടുക്കുമ്പോൾ ഇവര് അറേസ് എല്ലാം മാക്സിമം നമുക്ക് ഇതായിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്, വെക്ടേഴ്സ് ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് യു ആർ ചൂസിങ് C++, അപ്പോൾ നിങ്ങൾ STL കോൺസെപ്റ്റ്സ് ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് കയറാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ റിസൾട്ടൻ്റ് അറേ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു അറേ ഞാൻ വെക്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. വെക്ടർ അതിൻ്റെ ടൈപ്പ് ബൂലിയൻ ആണ്. ഇപ്പോൾ വെക്ടർ ബൂലിയനിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു ആൻഡ് അതിൻ്റെ പേര് RES എന്ന് കൊടുത്തു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ അറേയിലുള്ള മാക്സിമം എലമെന്റ് ഏതാണോ, മാക്സിമം വാല്യൂ ഉള്ള എലമെന്റ് ഏതാണോ എന്നാണ്. അപ്പോൾ മാക്സിമം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സ് എന്നൊരു ഇൻറ്റീജർ വേരിയബിൾ എടുക്കുന്നു. അതിൻ്റെ അകത്ത് ഈ മാക്സ് ഞാൻ കൊടുക്കുന്നു. മാക്സ് എലമെന്റ്. ഈ മാക്സ് എലമെന്റ് എന്ന് പറയുന്നത് ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇതിൽ സ്റ്റാർ കൊടുക്കുവാണെങ്കിൽ ആ മാക്സിമം എലമെന്റിന്റെ വാല്യൂ കിട്ടും. സ്റ്റാർ കൊടുത്തില്ല എങ്കിൽ അതിലുള്ള പൊസിഷന്റെ വാല്യൂ കിട്ടും. പിന്നെ ഇതിൽ ക്യാൻഡീസ് ഡോട്ട് എവിടെയാണ് നമ്മൾ ബിഗിൻ ചെയ്യേണ്ടത്, ക്യാൻഡീസ് ഡോട്ട് ബിഗിൻ കോമ ക്യാൻഡീസ് ഡോട്ട് എൻഡ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എലമെന്റ് ഏതാണ് എന്ന് കിട്ടിക്കാണും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലൂപ്പിംഗ് ആണ്. അപ്പോൾ ലൂപ്പിന് ഞാൻ ഇവിടെ ഫോർ ലൂപ്പാണ് എടുക്കുന്നത്. ഫോർ ഇൻറ്റ് C ഒരു ഇൻറ്റീജർ വേരിയബിൾ എടുത്തിട്ടുണ്ട്. ലൂപ്പ് ചെയ്യേണ്ടത് ക്യാൻഡീസിനെയാണ്. ഇനി ലൂപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഈ റിസൾട്ടിലോട്ടാണ് പുഷും പോപ്പും ചെയ്യേണ്ടത്. റിസൾട്ടിലോട്ട് ഇഫ് ith പൊസിഷനിലുള്ള എലമെന്റ് പ്ലസ് എക്സ്ട്രാ ക്യാൻഡീസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ മാക്സിമം ആണെങ്കിൽ അവിടെ ട്രൂ എന്നൊരു വേരിയബിൾ എനിക്ക് റിസൾട്ടിന്റെ അകത്ത് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഫോൾസ് എന്നൊരു ഇത് എനിക്ക് റിസൾട്ടിന്റെ അകത്ത് പോകണം. അപ്പോൾ അതിനിവിടെ ഞാൻ പുഷ് ബാക്ക് എന്നുള്ള ഒരു ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ട് ഡോട്ട് പുഷ് ബാക്കിന്റെ അകത്ത് കണ്ടീഷൻ കൊടുക്കുവാണ്. സിയിൽ ഇപ്പോൾ നമുക്ക് നോർമലി ഉള്ള ഇൻഡെക്സ് പോലെയല്ല, ഇതിലിപ്പോൾ ക്യാൻഡീസിലുള്ള ഒരു എലമെന്റിന്റെ വാല്യൂ ആയിരിക്കും സിയിൽ സ്റ്റോർ ആയി കിട്ടുന്നത്. അപ്പോൾ C പ്ലസ് എക്സ്ട്രാ ക്യാൻഡീസ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു മാക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു മാക്സ്. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ റിസൾട്ടന്റ് അറേയിൽ ട്രൂ പോവും, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് പോവും. പുഷ് ബാക്ക് ആണെങ്കിൽ നോർമലി നമ്മൾ സ്റ്റാക്കിൽ ചെയ്യുന്നത് പോലെ ബാക്കിലോട്ട് ആഡ് ആയി കിട്ടും. ഇനി ഇതിന്റെ ഔട്ട് സൈഡിൽ വന്നിട്ട് ജസ്റ്റ് റിട്ടേൺ റിസൾട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എറർ വന്നിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ക്യാൻഡീസിൽ ഈ C ക്യാപിറ്റൽ ആണ്, സോ സ്മോൾ കൊടുത്തതാണ് എറർ. സോ വൺ മോർ ടൈം റൺ ചെയ്ത് നോക്കാം. ടെസ്റ്റ് കേസ് എല്ലാം അക്സെപ്റ്റ് ആയി. ഇനി സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇത് സക്സസ്ഫുൾ ആയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ലീഡ് കോഡ് 75ന്റെ 4th പ്രോബ്ലം നോക്കാം. താങ്ക് യു.